ഹലോ നമസ്കാരം, ഹോല വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ യൂണിവേഴ്സിറ്റി ഓഫ് ന്യൂകാസിലെ ജിക്കാൻ സെൻറ്ററിലാണ്. നമ്മോടൊപ്പം രണ്ട് വിശിഷ്ട അതിഥികളുണ്ട്. രണ്ടുപേരും ഇവിടെ PhD പഠിച്ചുകൊണ്ടിരിക്കുകയാണ് യൂണിവേഴ്സിറ്റി ഓഫ് ന്യൂകാസിൽ. ലെറ്റ്സ് ഗെറ്റ് ടു നോ ദം. എൻ്റെ പേര് അലീന. ഞാൻ നാട്ടിൽ ബിഷപ്പ് മൂർ കോളേജിൽ PhD ചെയ്യുന്നു, കേരള യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ. അവിടെ ഒരു വർഷം പൂർത്തിയാക്കിയതിന് ശേഷം ഇവിടുത്തെ പ്രൊഫസർ ഒരു ഗവൺമെൻറ് സപ്പോർട്ടഡ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് അവിടെ കോളേജ് വിസിറ്റ് ചെയ്തു. ആ സമയത്താണ് നമുക്ക് ഇവിടെ വന്ന് റിസർച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് എന്ന് അറിയുന്നത്. ഇപ്പം നാട്ടിലായിരുന്നപ്പോൾ നമ്മൾ റിസർച്ചിൻ്റെ പല കാര്യങ്ങളും മെറ്റീരിയൽസൊക്കെ മറ്റു പല രാജ്യത്തും അയച്ചു കൊടുത്ത് അങ്ങനെയൊക്കെ വരുന്നതിനൊക്കെ ഒത്തിരി കാലതാമസം എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് നമുക്ക് തന്നെ നേരിട്ട് ചെയ്യാൻ പറ്റും. അപ്പം നമ്മുടെ എക്സ്പീരിയൻസും അതുപോലെ സമയവും പെട്ടെന്ന് തീർക്കാൻ പറ്റും എന്നുള്ളതുകൊണ്ട് അങ്ങനെ 2023 ഞാൻ യൂണിവേഴ്സിറ്റി ഓഫ് ന്യൂകാസിലിൽ വന്നത്. പിന്നെ ഇപ്പോൾ 3 വർഷത്തോളമായിട്ട് ഇവിടെ വിസിറ്റിംഗ് PhD സ്റ്റുഡൻ്റായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പം എൻ്റെ ഏരിയ എനർജി സ്റ്റോറേജ് മെറ്റീരിയൽസ് ആണ്. ഇപ്പോൾ ലിഥിയം അയൺ ബാറ്ററി, സൂപ്പർ കപ്പാസിറ്റർ, സിങ്ക് അയൺ കപ്പാസിറ്റർ, അങ്ങനെ പല ആപ്ലിക്കേഷൻസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. സൂപ്പർ, അടിപൊളി. എൻ്റെ പേര് ജിബി. ഞാനും അലീനയുടെ കൂടെ തന്നെ ബിഷപ്പ് മൂർ കോളേജിലായിരുന്നു എൻ്റെ PhD രജിസ്റ്റർ ചെയ്തേക്കുന്നത്. അതിനുശേഷം ഇവിടെ ന്യൂകാസിൽ യൂണിവേഴ്സിറ്റിയിലോട്ട് പ്രൊഫസർ ഇൻവൈറ്റ് ചെയ്തു. 2023 സെപ്റ്റംബറിലായിരുന്നു ഞാൻ വന്നത്. ഇപ്പം ഓൾമോസ്റ്റ് 2.5 years ആയി. എൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഒന്ന് എനർജി സ്റ്റോറേജും ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ക്യാപ്ചറിങ്, അങ്ങനെ എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റിയും ഉണ്ട്. എനർജി സ്റ്റോറേജ് ആൻഡ് എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി ആപ്ലിക്കേഷൻസ് ആണ് ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഒത്തിരി ബെനിഫിറ്റ്സ് ഉണ്ട് നമുക്ക് ഇവിടെ വന്നതുകൊണ്ട് തന്നെ. നിങ്ങൾ രണ്ടുപേരും ഒരേ കോഴ്സ് ഒരേ സമയത്ത് സ്റ്റാർട്ട് ചെയ്തവരാണോ ഈ PhD പ്രോഗ്രാം ബിഷപ്പ് മൂറിൽ? PhD ഞാൻ 2022 രജിസ്റ്റർ ചെയ്തു, ഫെബ്രുവരിയിൽ. 23 അതേ വർഷം തന്നെ തൊട്ടടുത്ത ബാച്ചിൽ, മേ ബി ഒരു 6 മാസത്തെ ഗ്യാപ്പിൽ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ. ആൻഡ് ബിഷപ്പ് മൂറിൽ അതിന് മുന്നേ നിങ്ങൾ അവിടെ തന്നെ മാസ്റ്റേഴ്സ് പഠിച്ചിട്ടാണോ PhDയിലേക്ക് വന്നത്? ഞാൻ അവിടെ തന്നെയായിരുന്നു മാസ്റ്റേഴ്സ് പഠിച്ചത്. എൻ്റെ ഏരിയ എന്ന് പറയുന്നത് മെറ്റീരിയൽ സയൻസ് ആയിരുന്നു എൻ്റെ സ്പെഷ്യലൈസേഷൻ. അതിനുശേഷം ഞാൻ MPhil ക്വാളിഫൈ ചെയ്തു. അത് നമ്മുടെ SB കോളേജിൽ നിന്നായിരുന്നു. ഒരു 1 year MPhil ക്വാളിഫൈ ചെയ്തു. അതിനുശേഷമാണ് PhDക്ക് ജോയിൻ ചെയ്തത്. അപ്പം ഞാൻ മാസ്റ്റേഴ്സ് ചെയ്തിരുന്ന സമയത്ത് തന്നെ എൻ്റെ HOD ആയിട്ട് നല്ലൊരു കൊളാബറേഷൻ റിസർച്ച് വഴി ഉണ്ടാക്കിയത് കാരണം തന്നെ പുള്ളിയൊരു സ്റ്റുഡൻ്റായിട്ട് എന്നെ പിന്നീട് PhDക്ക് അവിടെ എടുത്തു. അതിനുശേഷമാണ് ഇവിടെ ന്യൂകാസിൽ യൂണിവേഴ്സിറ്റിയിലോട്ട് വന്നത്. അപ്പോൾ പ്രൊഫസർ അജയൻ വിനു നമ്മുടെ കോളേജ് വിസിറ്റ് ചെയ്യാൻ വന്നു. മേ ബി പ്രൊഫസറിന് HODയുമായിട്ടുള്ള കണക്ഷൻ കാരണമായിരിക്കാം അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി സ്റ്റുഡൻസിന് കിട്ടിയത്, അല്ലേ? അവിടെ വന്നപ്പോൾ ഇങ്ങനെ ഇവിടെ മെറ്റീരിയൽ സയൻസിൻ്റെ റിസർച്ച് നടക്കുന്നു, അവിടെയൊക്കെ ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്തു പ്രൊഫസർ. അപ്പോൾ HODക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2-3 വിദ്യാർത്ഥികളെ ഇങ്ങോട്ട് അയക്കുന്നു. അങ്ങനെ ആയിരിക്കും, അല്ലേ? ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ വർക്ക് വൈസ്, അല്ലാതെ പാർഷ്യാലിറ്റി അല്ല ഞാൻ പറഞ്ഞാൽ, ലൈക്ക് വർക്ക് വൈസ്. ദാറ്റ് ഇസ് വാട്ട് എവരിബഡി വാണ്ട്സ്. പ്രൊഫഷണലായിട്ട് ചെയ്യാൻ താല്പര്യമുള്ള അക്കാഡമിക്കലി ഇൻക്ലൈൻഡ് ആയിട്ടുള്ള കുട്ടികളെ സെലക്ട് ചെയ്തു. റിസർച്ച് ടോപ്പിക്കുള്ള കുട്ടികളെ ആയിരിക്കും. അപ്പം അങ്ങനെ ഇവിടെ വന്നു. സാധാരണ ഇത് 408 വിസയിലാണ് വന്നത്. ട്രെയിനിങ് വിസ, ടെമ്പററി ആക്ടിവിറ്റി വിസ. അപ്പോൾ ഈ 408 വിസയിൽ നമ്മളിവിടെ വരുന്നു. അത് ശരിക്കും 1 മാസം മുതൽ 2 വർഷം വരെ നിൽക്കാവുന്ന ഒരു വിസയാണ്. അപ്പോൾ 2 yearsൻ്റെയാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും സ്റ്റാമ്പ് ചെയ്ത് കിട്ടിയ വിസ. അല്ല, 1 ഇയറിൻ്റെ കാലാവധി തീരാറായപ്പോൾ ഞങ്ങൾ വീണ്ടും 1 year അപ്ലൈ ചെയ്തു. അത് കഴിഞ്ഞ് ഒരു തവണ കൂടെ ചെയ്തു. അപ്പോൾ 1 yearൻ്റെ 408 നിങ്ങൾ ക്യാരി ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ ഒന്നുകൂടെ അപ്ലൈ ചെയ്തോ? ഒരു 6 months കൂടെ. അപ്പോൾ നിങ്ങൾ ഓൾമോസ്റ്റ് തീരാൻ പോവാണോ? നിങ്ങളിവിടുത്തെ ടേം വർക്ക് തീരാൻ പോവാണ്. 2.5 years ഓഫ് ഓസ്ട്രേലിയ എക്സ്പീരിയൻസ് എങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്? ഒന്നാമത് അക്കാഡമിക്കായിട്ടുള്ള നേട്ടങ്ങളാണ് ഇപ്പം നമ്മൾ പെട്ടെന്ന് ഓർക്കുന്നത്. കാരണം കൂടുതൽ സമയം നമ്മൾ സ്പെൻഡ് ചെയ്തതും അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പം നാട്ടിൽ 1 വർഷം റിസർച്ച് ചെയ്തു, പിന്നെ അതുപോലെ അവിടുത്തെ കോഴ്സ് വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഒത്തിരി ഫെസിലിറ്റീസ് ഉണ്ട്. അപ്പം നമുക്ക് സ്വന്തമായിട്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. നമ്മൾ വേറൊരു സ്ഥലത്ത് സാമ്പിളൊക്കെ അയച്ചു കൊടുത്ത് അവർ തരുന്ന റിസൾട്ട് അങ്ങനെയല്ല, നമ്മൾ തന്നെയാണ് ഫസ്റ്റ് സ്റ്റെപ്പ് തൊട്ടെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അത് ഞങ്ങൾക്ക് ഇനിയാണെങ്കിലും റിസർച്ച് ചെയ്യാൻ വേറെ ഒരു സ്ഥലത്ത് അപ്ലൈ ചെയ്യുമ്പോൾ, പോസ്റ്റ് ഡോക്കിനൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ അതൊരു ഇത്ര അച്ചീവ്മെൻറ്റ്സ് നടന്നു. അതായത് ചുരുങ്ങിയ കാലയളവിൽ നിങ്ങൾ ചെയ്ത റിസർച്ചിൻ്റെ എമൗണ്ട് ഇസ് വെരി ഹൈ.
എനിക്ക് തോന്നുന്നു നാട്ടിലെ ഒരു ചലഞ്ച് എല്ലാ ഡിവൈസസും അവൈലബിൾ അല്ലാത്തതുകൊണ്ട് നമ്മളൊരു റിസർച്ചിൻ്റെ സാമ്പിള് ചിലപ്പോൾ വേറൊരു രാജ്യത്തോ അല്ലെ വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലോ പോയി ഇതിനെല്ലാം പേപ്പർ വർക്കുകളും നൂലാമാലകളും കാണും. എല്ലാവരുടെയും ക്ലിയറൻസ് കിട്ടിക്കഴിഞ്ഞ് ചിലപ്പോൾ ഒരു ക്യൂവിലായിരിക്കും നിങ്ങളെ ടെസ്റ്റ് ചെയ്യുന്നത്. പല സാധനങ്ങൾ വേൾഡിൻ്റെ പല ഭാഗത്തുനിന്ന് വരുന്നതിൻ്റെ ഓർഡർ അനുസരിച്ച് നമ്മുടെ ഫ്രീ ആകുമ്പോഴായിരിക്കും ടെസ്റ്റ് ചെയ്ത്. ഇനി ആ സാധനം ടെസ്റ്റ് ചെയ്ത് റോങ് ആയിപ്പോയെങ്കിൽ അത് തിരിച്ചു വന്നിട്ട് വീണ്ടും നിങ്ങൾ അടുത്ത സാമ്പിൾ അയച്ചു കൊടുക്കുന്നത് നമുക്കറിയത്തില്ല എത്ര സമയം എടുക്കാം, PhD തീരുന്നത് എന്നായിരിക്കും, അല്ലെ ക്വാളിറ്റി ഓഫ് ദ റിസർച്ച് നമുക്കറിയില്ല. ഇതൊക്കെയാണ് നമ്മൾ നാട്ടിൽ നേരിടുന്ന ചലഞ്ചസ് എന്ന് തോന്നുന്നു. എൻ്റെ ഒരു കസിൻ PhD ചെയ്യുന്നുണ്ട്. അപ്പം എനിക്കറിയാം 5 കൊല്ലത്തോളം എടുത്താണ് കംപ്ലീറ്റ് ചെയ്ത്. ഐസറിലായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ഇവിടെ ഐസറിൽ പഠിച്ച ആൾക്കാരെയൊക്കെ കണ്ടിട്ടുണ്ട് റിസർച്ച് ചെയ്യുന്നവർ. അവരെന്നോട് പറഞ്ഞത് നമ്മൾ ലക്ഷങ്ങളും കോടികളും വില വരുന്ന ഡിവൈസസ് പലതും GCANൽ അവൈലബിൾ ആണ്. അപ്പോൾ അതൊരു വലിയ ഭാഗ്യമാണ്. പഠിക്കേണ്ട ആൾക്ക്, റിസർച്ച് ചെയ്യേണ്ട ആൾക്ക് കിട്ടുന്ന എക്സ്പോഷർ വരുമ്പോൾ തന്നെ ഇവർ നമുക്ക് ഇൻഡക്ഷൻ തരും. പരമാവധി എല്ലാ ഇൻസ്ട്രുമെൻറ്റ്സും നമുക്ക് സ്വന്തം യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആദ്യം പോസ്റ്റ് ഡോക്ക് സീനിയേഴ്സ് ആയിട്ടുള്ളവരുടെ കൂടെ ചെയ്യുക. പിന്നെ നമ്മൾ തന്നെ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു അവസ്ഥ വന്നാൽ നമ്മുടെ മെറ്റീരിയൽസ് നമുക്ക് തന്നെ അനലൈസ് ചെയ്യാൻ പറ്റും. അതുപോലെ ആപ്ലിക്കേഷൻ ആണെങ്കിൽ ഇപ്പോൾ സിന്തസിസ് ചെയ്ത് ഒരാഴ്ചയ്ക്കുള്ളിൽ നമുക്കറിയാം ഇത് വർക്കാവോ അല്ലെങ്കിൽ നമ്മൾ മാറ്റണോ, അങ്ങനെയുള്ള തീരുമാനങ്ങൾ പെട്ടെന്ന് എടുക്കാൻ പറ്റും. പെട്ടെന്ന് തന്നെ നമുക്ക് തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ പറ്റും, ചേഞ്ചസ് വരുത്തിയിട്ട്. ഇപ്പം മാസ്റ്റേഴ്സിന് പഠിക്കാൻ വരുന്ന കുട്ടികൾക്കാണെങ്കിൽ പോലും ഇവിടെ ഉള്ള ടീച്ചേഴ്സ് അല്ലെങ്കിൽ ഇവിടെ ഉള്ള പ്രൊഫസേഴ്സ് അത് കാണിച്ചു കൊടുക്കും. അതായത് പല പല ഇൻസ്ട്രുമെൻറ്റ്സ് കാണിച്ചു കൊടുക്കും. എസ്പെഷ്യലി മെറ്റീരിയൽ സയൻസ് പഠിക്കുന്ന കുട്ടികൾക്ക് ഇപ്പോൾ XRD ഇൻസ്ട്രുമെൻറ്റ്, അല്ലെങ്കിൽ FESMൻ്റെ ഇൻസ്ട്രുമെൻറ്റ്, അതല്ലെങ്കിൽ FTIR, ഇങ്ങനെ പറഞ്ഞ പല പല മെഷർമെൻറ്റ്സ് എടുക്കുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ഇവർ പരിചയപ്പെടുത്തി കൊടുക്കും. അപ്പം തന്നെ മാസ്റ്റേഴ്സ് പഠിക്കുമ്പോൾ തന്നെ അപ്പോൾ ആ കുട്ടികൾക്ക് ഈ ഒരു മെറ്റീരിയൽ സയൻസ് എന്ന ഫീൽഡിലോട്ടൊരു ഇൻട്രസ്റ്റ് വരാനായിട്ട് ഈ ഇൻസ്ട്രുമെൻറ്റ്സ് പഠിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടും. പിന്നെ അതുപോലെ തന്നെ അടുത്തൊരു സ്റ്റേജിൽ ഇവർ നല്ല എഫിഷ്യൻ്റായിട്ട് തോന്നുവാണെങ്കിൽ ഇവർ തന്നെ അതിന് PhDക്കായിട്ട് എടുക്കുകയും ചെയ്യും. അങ്ങനെ അങ്ങനെയുള്ള കുട്ടികൾ ഇവിടെ ഉണ്ട്. അതായത് മാസ്റ്റേഴ്സ് ചെയ്യുന്ന സമയത്ത് പ്രൊജക്റ്റ് ചെയ്യാൻ ഇവിടെ വർക്ക് ചെയ്യും. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട ഏരിയയിൽ ഇവിടെ ഏതൊക്കെ ഏരിയയിലാണോ പ്രൊജക്റ്റ് ഉള്ളത് അതിൽ വർക്ക് ചെയ്യാം. അപ്പോൾ അത് കഴിയുമ്പം PhDയിലേക്ക് വരാൻ എളുപ്പം, അവർക്കൊരു കോൺഫിഡൻസ് കിട്ടും. ഇപ്പോൾ വേറെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള കുട്ടികളും മാസ്റ്റേഴ്സ് ചെയ്യുന്നവർ ഇവിടെ പ്രൊജക്റ്റിന് വേണ്ടി വരുന്നവരുണ്ട്. അപ്പോൾ ഈ ഇൻസ്ട്രുമെൻറ്റ്സ് ആപ്ലിക്കേഷൻസും ഒക്കെ ഫെമിലിയർ ആകും. അപ്പോൾ അവർക്ക് ചൂസ് ചെയ്യാൻ എളുപ്പമാണ് അടുത്തത് ഏതിൽ വർക്ക് ചെയ്യാമെന്നുള്ളത്. പിന്നെ രണ്ടാമത് ഈ ആൾക്കാരുമായിട്ടുള്ള കോണ്ടാക്റ്റ്, പ്രൊഫസേഴ്സുമായിട്ട്. അതുപോലെ ഞങ്ങളിവിടെ ഉള്ള സമയത്താണെങ്കിലും 2024 ജിഗാൻ ഓർഗനൈസ് ചെയ്ത ഒരു ഇൻ്റർനാഷണൽ കോൺഫറൻസ് ഉണ്ടായിരുന്നു, ICN 2024. ഇനി ഈ വർഷം അടുത്ത കോൺഫറൻസ് 2026 അപ്പോൾ ആ സമയത്ത് നോബൽ ലോറേറ്റ്സ് ഉൾപ്പെടെ ഒത്തിരി പ്രൊഫസേഴ്സ് ഇന്ത്യയിൽ നിന്നുള്ളവർ, നോബൽ സമ്മാന ജേതാക്കളല്ലേ ലോറേറ്റ്സ്, അപ്പം 2 നോബൽ സമ്മാന ജേതാക്കളെ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാനും കണ്ടാനും സംസാരിക്കാനും സാധിച്ചു. ഇൻസ്പയറിംഗ് ആണല്ലേ. അതുപോലെ പല ഇപ്പം റിസർച്ച് ചെയ്യുന്നവരെ സംബന്ധിച്ച് പേപ്പർ പബ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ കോൺഫറൻസിൻ്റെ സമയത്ത് പല ജേണൽസിൻ്റെ എഡിറ്റേഴ്സും റിവ്യൂവേഴ്സ് അങ്ങനെയുള്ളവർ വരും. അപ്പോൾ എന്തൊക്കെയാണ് ഒരു ജേണൽ റിക്വയർമെൻ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്സ് അല്ലെങ്കിൽ ഏത് കാര്യങ്ങളൊക്കെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കറക്ഷൻസ് കിട്ടാനും അങ്ങനെയുള്ള ഡിസ്കഷൻസ് ഒക്കെ കൂടുതലുണ്ട്. ജേണലൊക്കെ ക്ലിയർ ആയി വരാൻ ഭയങ്കര എളുപ്പമായിരിക്കും. അങ്ങനെയൊക്കെ നമുക്ക് നോളജ് കിട്ടി, എന്തൊക്കെ അവർ ചെക്ക് ചെയ്യുന്ന പാരാമീറ്റേഴ്സ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാവും. പ്രോപ്പറായിട്ടുള്ള ഗൈഡ് ലൈൻസ് കിട്ടാൻ എളുപ്പമാണ്. പിന്നെ ഇവിടെ ആണെങ്കിലും മാസത്തിലൊരിക്കലും അങ്ങനെ ഇടവിട്ട് പല യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള പ്രൊഫസേഴ്സ് വന്ന് അവരുടെ ടോക്കൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോഴും നമുക്ക് കൊളാബറേഷൻ ഉള്ള ഒരു സാധ്യതയുണ്ട്. അവരുമായിട്ട് നമുക്ക് നേരിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ പല ഏരിയ നമുക്ക് ഫെമിലിയർ ആയിട്ട് വരും. മനസ്സിലായി. മെറ്റീരിയൽ സയൻസ് പഠിച്ചാൽ ഏതൊക്കെ മേഖലയിൽ ജോലി കിട്ടുമെന്നറിയാമോ? ഏകദേശം നിങ്ങൾക്ക് റിസർച്ച് ആയിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്, എന്നാലും നിങ്ങൾക്ക് ഏകദേശം അറിയാവുന്ന ഒരു. ഈ മെറ്റീരിയൽ സയൻസ് എന്ന് പറയുമ്പോൾ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഇത് എല്ലാം ഇൻക്ലൂഡഡ് ആണ്. അപ്പം പ്യുവറായിട്ട് ഇപ്പം നമുക്ക് ഇന്നൊരു ഫീൽഡെന്ന് പറയാൻ പറ്റത്തില്ല. ഫിസിക്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് വേണമെങ്കിലും മെറ്റീരിയൽ സയൻസ് വെച്ചിട്ട് അടുത്തൊരു ജോബിന് പോകാൻ പറ്റും. കെമിസ്ട്രിയിൽ നിന്ന് വരുന്ന ആൾക്കാർക്കും പോകാൻ പറ്റും. ബയോളജിയിൽ നിന്ന് വരുന്ന ആൾക്കാർക്കും പോകാൻ പറ്റും. എസ്പെഷ്യലി എനർജി ബാക്ക്ഗ്രൗണ്ട് ആ റിലേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി ഇൻഡസ്ട്രീസ് ഇവിടെ ഓസ്ട്രേലിയയിൽ തന്നെ ഉണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇൻഡസ്ട്രികളിലോട്ട് പോകാനായിട്ടാണെങ്കിലും
മെറ്റീരിയൽ സയൻസ് പഠിക്കുന്നത് വളരെ നല്ലതായിട്ടുള്ള കാര്യമായിരിക്കും. പിന്നെ അതേപോലെ തന്നെ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡിനകത്ത് ഈ നേരത്തെ പറഞ്ഞതുപോലെ എൻവയോൺമെൻറ്റൽ, പ്രത്യേകിച്ച് ഓസ്ട്രേലിയയിലൊക്കെ ഒത്തിരി കാർബൺ ഡൈ ഓക്സൈഡ് ക്യാപ്ചറിങ്ങിൻ്റെ ഇൻഡസ്ട്രീസ് ഒത്തിരി ഉണ്ട്. ഈ സിമെൻറ്റ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് അങ്ങനെയൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ക്യാപ്ചറിങ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫീൽഡ് തന്നെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോഴും അങ്ങനെയുള്ള ഇൻഡസ്ട്രീസ് ആണെങ്കിലും കുറേ ഉണ്ട് ഇവിടെ. അപ്പോൾ ഓസ്ട്രേലിയ റിലേറ്റഡ് ആയിട്ടുള്ള അങ്ങനെയുള്ള കൺട്രീസാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ഇതുപോലുള്ള എനർജി സ്റ്റോറേജുകൾ, പിന്നെ അതേപോലെ തന്നെ എൻജിനീയറിങ്, പിന്നെ റിന്യൂവബിൾ ആയിട്ടുള്ള എനർജി, സസ്റ്റൈനബിലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ഫീൽഡുകളിലോട്ട് പോകാനായിട്ട് പറ്റും. എൻവയോൺമെൻറ്റൽ മാനേജ്മെൻറ്റ്, എൻവയോൺമെൻറ്റൽ ലോ അല്ലെങ്കിൽ സസ്റ്റൈനബിലിറ്റി, ഇങ്ങനത്തെ എൻവയോൺമെൻറ്റൽ എൻജിനീയറിങ്, ഇതൊക്കെ ഈ നമ്മുടെ മെറ്റീരിയൽ സയൻസുമായിട്ട് ബന്ധമുണ്ട്. അപ്പോൾ മെറ്റീരിയൽ സയൻസ് പഠിക്കുന്നവർക്ക് ഈ മേഖലകൾ സസ്റ്റൈനബിലിറ്റി, റിന്യൂവബിൾ എനർജി സ്റ്റോറേജ്, ലിഥിയം അയോൺ ബാറ്ററി അല്ലെങ്കിൽ സൂപ്പർ, നേരത്തെ പറഞ്ഞ കപ്പാസിറ്റർ. എന്താണ് സൂപ്പർ കപ്പാസിറ്റർ എന്ന് വെച്ചാൽ, ഈ കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന ആ സാധനത്തിൻ്റെ തന്നെ കുറച്ച് എഫിഷ്യൻ്റ് ആയിട്ടുള്ള. ഇപ്പോൾ ഇവിടെ മെറ്റീരിയൽ സയൻസിൽ മെയിനായിട്ട് റിസർച്ച് നടക്കുന്ന കുറച്ച് ഏരിയയാണ്. ബാറ്ററീസിൽ ചെയ്യുന്നുണ്ട്, സൂപ്പർ കപ്പാസിറ്റേഴ്സ്, ഇതൊക്കെ എനർജി സ്റ്റോറേജ് ഡിവൈസസ് ആണ്. ഇലക്ട്രിക് വെഹിക്കിൾസിലും അതല്ലാതെ ഇൻഡസ്ട്രിയിൽ എല്ലായിടത്തും നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അതുപോലെയുള്ള CO2 ക്യാപ്ചർ, അത് എൻവയോൺമെൻറ്റൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ആപ്ലിക്കേഷനാണ്. നമുക്കിപ്പോൾ എല്ലായിടത്തും കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ കുറയ്ക്കണം, അല്ലെ കാർബൺ ഡൈ ഓക്സൈഡ് ഫുട് പ്രിൻറ്റ് കുറച്ചാലേ കാർബൺ ടാക്സ് വരുന്നുണ്ടല്ലേ. അപ്പോൾ അതൊക്കെ ഓസ്ട്രേലിയ പോലെയുള്ള രാജ്യങ്ങളിൽ നടപ്പിലാക്കുന്നത് കൊണ്ട് എല്ലാ കമ്പനികളും ഈ കാർബൺ ഡൈ ഓക്സൈഡ് ക്യാപ്ചറിനെ പറ്റി നന്നായി ചിന്തിക്കുകയും അതിൽ റിസർച്ച് ചെയ്യുകയും അതിൽ ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ അവരുടെ ടീമിലേക്ക് എംപ്ലോയ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ മെറ്റീരിയൽ സയൻസ് ഓസ്ട്രേലിയ പോലെയുള്ള രാജ്യത്ത്, ഈവൻ ഇന്ത്യയിലും വളരെ പ്രാധാന്യമാണ്. ഇന്ത്യയിലും കാർബൺ ഫുട് പ്രിൻ്റ് ലോകത്ത് മൊത്തത്തിലുള്ള പോളിസി മേക്കിങ്ങിലാണല്ലോ. അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച്, ഇവരുടെ നേതാക്കളുടെ സമ്മിറ്റിൽ ഏറ്റവും വലിയൊരു ടോപ്പിക്ക് കാർബൺ ഫുട് പ്രിൻ്റ് കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പം മാനുഫാക്ചറിങ് കൂടുന്നതിനോടൊപ്പം ഇതിനെ കൺട്രോൾ ചെയ്യണം പറ്റണം. അപ്പോൾ അവിടെയാണ് മെറ്റീരിയൽ സയൻസിൻ്റെ ഒരു ആവശ്യകത, കാർബൺ ഡൈ ഓക്സൈഡ് അബ്സോർപ്ഷൻ അല്ലേ. അത് നമുക്ക് മെറ്റീരിയൽ സയൻസിൽ ഇവിടുത്തെ പ്രത്യേകിച്ച് അതൊരു വലിയ റിസർച്ച് ഫാക്ടറാണ്. ആൻഡ് പിന്നെ എനിക്ക് തോന്നുന്നു ഹൈഡ്രജൻ പ്രൊഡക്ഷൻ, നമുക്ക് സീ വാട്ടറും വേറെ മെറ്റീരിയൽസിൽ നിന്നോ ബ്രേക്ക് ചെയ്ത് ഓക്സിജനും ഹൈഡ്രജനും ഉണ്ടാക്കുന്നതിൻ്റെ റിസർച്ച് ഇവിടെ നടക്കുന്നുണ്ട്. ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് അബ്സോർപ്ഷൻ നടക്കുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ സൂപ്പർ ചാർജ് ചെയ്ത് സ്റ്റോറേജ്, എനർജി സ്റ്റോറേജിനെ പറ്റി. അപ്പോൾ ഇതെല്ലാം ഈ ജിക്കാനിൽ നടക്കുന്ന പല പല റിസർച്ച് മേഖലകളാണ്. പ്രൊഡക്ഷൻ ഉണ്ട്, ഇതെല്ലാം അമോണിയം ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്ത് വല്ല പ്രൊഡക്ഷൻ, ഇലക്ട്രോകറ്റാലിസിസ് അങ്ങനെയുള്ള ഒരു റിയാക്ഷനാണ്. അപ്പോൾ ഇവിടെ നമുക്ക് പൊതുവേ ഇങ്ങനെ പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഏത് ഡിസ്കഷൻ വരുമ്പോഴും ഇതുപോലെയുള്ള എൻവയോൺമെൻ്റൽ ആയിട്ടുള്ള അല്ലെങ്കിൽ സസ്റ്റൈനബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ടുള്ള അങ്ങനെ ഒരു കൺസിഡറേഷൻ എല്ലാത്തിലും ഉണ്ട്. അപ്പോൾ റിസർച്ച് എല്ലാം അങ്ങനെ ഫോക്കസ്ഡ് ആയിട്ടായിരിക്കും. അപ്പോൾ അത് നമ്മൾ പിന്നെ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോഴോ ഒക്കെ അത് നമുക്കൊരു അഡ്വാൻറ്റേജ് ആണ്. നാട്ടിൽ നമ്മൾ ശരിക്കും ഒരു റിസർച്ച് സബ്ജക്റ്റൊക്കെ ചൂസ് ചെയ്യുമ്പം അത്രയും അങ്ങനെ ഒരു ഇമ്പാക്റ്റിനെ കുറിച്ച് എപ്പോഴും ചിന്തിക്കാറില്ല. ഇവിടെ വന്നതിന് ശേഷം അത് എപ്പോഴും ഒരു കൺസേൺ ആണ്, ഇതെങ്ങനെയാണ് സൊസൈറ്റിക്ക് യൂസ്ഫുൾ ആകുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ റിസർച്ച് നടക്കുന്നത് അല്ലേ. ഇപ്പം ഇൻഡസ്ട്രിയിൽ ആവശ്യമായ നമ്മളവിടെ നമുക്ക് നാട്ടിൽ ഈവൻ കോഴ്സ് പഠിക്കുമ്പോഴും നമ്മൾ അനുഭവിക്കുന്ന ഒരു കാര്യം, കുറേ അക്കാഡമിക്കായിട്ടുള്ളൊരു ലൈനിലാണ് ശരിക്കും ഇതിൻ്റെ ഇമ്പാക്റ്റ് എവിടെയാണ്. ഞാൻ BTech പഠിക്കുമ്പോഴും അത് കോളേജിൻ്റെയോ യൂണിവേഴ്സിറ്റിയുടെ പ്രശ്നമല്ല, മൊത്തത്തിൽ പോളിസി മേക്കിങ്ങിൽ നമുക്ക് ആവശ്യമുള്ളത് അരികെയല്ല പലപ്പോഴും നമ്മൾ പഠിക്കുന്നത്. നമ്മൾ വലിയ ഇക്വേഷൻസ്, പണ്ട് ആരോ കണ്ടുപിടിച്ച ഇക്വേഷൻസ് LHS ഫിസിക്കലിൻ്റെ RHS തെളിയിച്ച് എഴുതിയാൽ നമുക്ക് 10 മാർക്ക് കിട്ടും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഗുസ്തി പിടിക്കുകയും കാണാതെ പഠിക്കുകയും പരീക്ഷയ്ക്ക് എഴുതി കഴിഞ്ഞാൽ അടുത്ത നിമിഷം തന്നെ അത് മറന്നു കളയുകയും ചെയ്യും. എന്നാലേ പുതിയ സാധനം സ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു രീതിയിൽ പഠിക്കുകയും, പക്ഷേ ഇവിടുന്ന് വരുമ്പോൾ അല്ലെ ഇവിടുത്തെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഇസ് ടോട്ടലി ഡിഫറെൻ്റ് അല്ലേ. നമുക്ക് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് കാണാം, നമ്മൾ പഠിക്കുന്ന സാധനങ്ങൾ ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്നത് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ കൂടുതൽ ഇൻസ്പയർഡ് ആവും പഠിക്കാനും. നമ്മൾ മനസ്സിലാക്കി പഠിക്കുന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് കൂടുതൽ കിട്ടും. വേറെ സ്റ്റുഡൻസ് ഇപ്പോൾ സോയിൽ ആയിട്ട് ബന്ധപ്പെട്ട സോയിൽ ഫെർട്ടിലൈസർ അങ്ങനെ വർക്ക് ചെയ്യുന്നവരുണ്ട്. അതുപോലെ ഇതിനകത്ത് തന്നെ നമ്മുടെ ജിക്കാനിൽ തന്നെയുണ്ട് സോയിൽ ഫെർട്ടിലൈസേഴ്സ്, ഈ അമോണിയ പ്രൊഡക്ഷനുമായിട്ടൊക്കെ വല്ല ബന്ധമാണ്. എങ്ങനെ സോയിൽ, എനിക്ക് തോന്നുന്നു നൈട്രജൻ, ഫോസ്ഫറസ് ഒക്കെ. അപ്പം നമുക്ക് ഫെർട്ടിലൈസേഴ്സ് വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഫെർട്ടിലൈസർ, അപ്പോൾ കുറച്ച് ഫെർട്ടിലൈസർ ഇട്ടാലും നല്ല ഗുണം കിട്ടുമായിരിക്കും. അങ്ങനെ ആയിരിക്കും അല്ലേ, സോയിലിന്റെ ക്വാളിറ്റി കൂട്ടാനും. അപ്പോൾ അങ്ങനെയുള്ളത് അവരുടെ PhDയുടെ ഭാഗമായിട്ട് അവരതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്
സ്റ്റെപ്പ് ചെറിയൊരു സ്കെയിലിൽ ചെയ്യും. സെക്കൻഡ് സ്റ്റെപ്പ് ഇൻഡസ്ട്രി ആയിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഇത് അവരുടെ വൈഡായിട്ടുള്ള ഫീൽഡ് സ്റ്റഡി നടത്തും. അപ്പം നമുക്ക് റിയൽ ആയിട്ട് എത്രത്തോളം ഇതിന് എഫക്റ്റ് ഉണ്ട് എന്ന് അറിയാൻ പറ്റും. ഏറ്റവും വലിയ കാര്യം എന്നാണെന്നറിയോ, ഓസ്ട്രേലിയയിൽ ആവശ്യമുള്ള ട്രെൻഡിങ് ഇപ്പം അടുത്ത 10 വർഷത്തേക്കുള്ള റിപ്പോർട്ടുകളിൽ നമ്മൾ കാണുന്ന റിസർച്ച് സൈഡിൽ ഏറ്റവും ആവശ്യമുള്ള സാധനം റിന്യൂവബിൾ എനർജി, സസ്റ്റൈനബിലിറ്റി, ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ. ഈ മേഖലകളിൽ തന്നെയാണ് നമ്മുടെ മെറ്റീരിയൽ സയൻസിൻ്റെ റിസർച്ച് വരുന്നത്. അപ്പം വളരെ ചിന്തയോടെയും ഡയറക്ഷനോടുകൂടിയാണ് ഇത് നയിക്കുന്നത്. അതാണ് ഇത്രയും ടാലൻസിനെ അട്രാക്റ്റ് ചെയ്യാനായിട്ട് പ്രൊഫസറും ശ്രമിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നു. അപ്പോൾ അത്രയും പെട്ടെന്ന് ഇതിലേക്ക് അടുത്ത 10 വർഷം ഈ രാജ്യത്തിന് ആവശ്യമായിട്ടുള്ള മേഖലയിലേക്കാണ് ഈ നമ്മുടെ മെറ്റീരിയൽ സയൻസ് ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുന്നത്. ഈ മേഖലകളിൽ റിസർച്ച് ചെയ്യുകയും പഠിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ ഓസ്ട്രേലിയയിലെ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് പോലും പെർമനൻറ്റ് റെസിഡൻസിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. കാരണം നിങ്ങൾ വാല്യുബിളായിട്ടുള്ള ഇൻഫർമേഷനാണ് ഗെയിൻ ചെയ്യുന്നത് ഇതുവഴി. ഇത് കഴിഞ്ഞ് ഇവിടെ ഇൻഡസ്ട്രിയിൽ ജോലിക്ക് അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ജോലി ലാൻഡ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ദേ ഓൾസോ വാണ്ട് ടാലൻറ്റഡ് പീപ്പിൾ ഹു ഹാസ് നോളജ് ഇൻ ദിസ് ഫീൽഡ്. അപ്പോൾ അങ്ങനെ ജോലിക്ക് ലാൻഡ് ചെയ്യാൻ പറ്റുന്നത് വഴി ഒരു എംപ്ലോയർ സ്പോൺസർഷിപ്പ് വഴിയോ അല്ലെങ്കിൽ നമുക്ക് ഈവൻ സ്കിൽ സിസ്റ്റം വഴി 189, 190, 491 എന്ന് പറഞ്ഞ കാറ്റഗറികളിലൂടെ നിങ്ങൾ സ്കിൽ അസസ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം മെറ്റീരിയൽ സയൻസ് എൻജിനീയറായിട്ട് നിങ്ങൾക്ക് സ്കിൽ അസസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ലെക്ചറായിട്ട് സ്കിൽ അസസ്മെൻറ്റ് ചിലപ്പോൾ ചെയ്യാൻ പറ്റും നിങ്ങളുടെ PhD നാട്ടിൽ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെയുള്ള മേഖലകളിലൂടെ PR പെർമനൻറ്റ് റെസിഡൻസി കിട്ടിക്കഴിഞ്ഞാലും വീണ്ടും കൂടുതൽ റിസർച്ചുകൾ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ആൻഡ് നിങ്ങളുടെ വീഡിയോ ഒരുപാട് മലയാളി സ്റ്റുഡൻസിന് ഒരു പ്രചോദനമാവും എന്ന് ഉറപ്പാണ്. ഞങ്ങളിപ്പം ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ആണെന്ന് പറഞ്ഞായിരുന്നല്ലോ. അതായത് നാട്ടിൽ നിന്ന് ഒരു ഇൻറ്റേൺഷിപ്പ് പോലെ ഇവിടെ വന്നതാണ്. അപ്പോൾ അങ്ങനെ നാട്ടിൽ നിന്ന് ഇൻറ്റേൺഷിപ്പായിട്ട് വരാൻ താല്പര്യമുള്ള കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ഇതേപോലെ പ്രൊഫസറുമായിട്ട് ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്താൽ മതി. അതായത് അവരിപ്പോൾ നാട്ടിൽ എന്തെങ്കിലും PhD ചെയ്യുന്ന കുട്ടികളാവാം, അല്ലെങ്കിൽ നാട്ടിൽ മാസ്റ്റേഴ്സ് ചെയ്യുന്ന കുട്ടികളാവാം. അവർക്ക് ഇവിടെ ചെയ്യുന്ന റിസർച്ച് ടോപ്പിക്കിന് സിമിലർ ആയിട്ടുള്ള ടോപ്പിക്കിനോട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പ്രൊഫസറുമായിട്ട് ഡയറക്റ്റ് ഇമെയിൽ അയക്കുക. അതായത് പ്രൊഫസറാണ് ഇവിടെ ഡിസിഷൻ എല്ലാം എടുക്കുന്നത്. അപ്പം പ്രൊഫസറുമായിട്ട് ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യുക. ഇന്ന റിസർച്ച് ഫീൽഡിൽ എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, ഞാൻ ഇത്ര മാസത്തേക്കിന് ഇത് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഡയറക്റ്റ് ഒരു മെയിൽ അയച്ചു കഴിഞ്ഞാൽ പ്രൊഫസർ ഉറപ്പായിട്ടും അയാളുടെ CV അല്ലെങ്കിൽ ഉറപ്പായിട്ട് CV-യും ഒക്കെ അയച്ചു കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ പ്രൊഫസർ അത് നോക്കും. നോക്കിയതിന് ശേഷം ഫോർമാലിറ്റിയിൽ അവർ തന്നെ ഹെൽപ്പ് ചെയ്യും. പ്രൊഫസറിന് അതിനൊരു ടീമുണ്ട് ഇത് സെപ്പറേറ്റ് ചെയ്ത് കണ്ടുപിടിച്ച് നല്ല ടാലൻ്റ് ആണെങ്കിൽ ഇൻവിറ്റേഷൻ തരും പഠിക്കാനായിട്ട്. ചിലത് എനിക്ക് അയച്ചു തരാറുണ്ട്. കോഴ്സ് വർക്കിനെ പറ്റിയ സ്റ്റുഡൻ്റാണ്, ചിലപ്പം പഠിക്കാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിക്കാൻ പറഞ്ഞ് എനിക്ക് പ്രൊഫൈൽസ് തരാറുണ്ട്. അങ്ങനെ പ്രൊഫസർ പല ആൾക്കാരെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടാവും. പ്രൊഫസറിന് 24 മണിക്കൂറേ ഉള്ളൂ, പക്ഷേ എങ്ങനെ ഇത്ര കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. മേ ബി ദിസ് ഇസ് അവരുടെ എൻ്റയർ ആയിട്ടുള്ള ടീം അതിന് വേണ്ടി ഒരുമിച്ച് തന്നെ ഫംഗ്ഷൻ ചെയ്യും. അങ്ങനെ അതുകൊണ്ട് സോർട്ട് ചെയ്തിട്ട് ഞാൻ പ്രൊഫസറിൻ്റെ ലിങ്ക്ഡിൻ പ്രൊഫൈലിൽ ചൂടെ ചേർക്കാം. ഇമെയിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇമെയിൽ അഡ്രസ്സും കൂടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം, കമൻറ്റിൽ പിൻ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിസ റിലേറ്റഡ് ആയിട്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട് ഹോല വേൾഡ് ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞ 408 വിസ അപ്ലൈ ചെയ്യാനായിട്ട് ഒക്കെ നമുക്ക് അസിസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഓസ്ട്രേലിയയിലെ ഏത് യൂണിവേഴ്സിറ്റിയും നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മാസ്റ്റർ ബൈ കോഴ്സ് വർക്ക് ഇപ്പോൾ നമ്മൾ പ്രത്യേകം പറയുന്ന മെറ്റീരിയൽ സയൻസ് ആണ്. അതുകൂടാതെ ഈ പറഞ്ഞ പോലെ റിസർച്ച് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്കും PhD ചെയ്യാൻ ആഗ്രഹമുള്ളവർക്കും ഒക്കെ കോൺടാക്ട് ചെയ്യേണ്ട പാത്വയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിങ്. താങ്ക് യു.